ഇന്ന് പിണറായി വിജയൻ താമസിക്കുന്ന തിരുവനന്തപുരത്തെ വീട്ടിലും പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലും ഒക്കെയാണ് മറ്റ് 8 സ്ഥലങ്ങൾക്കൊപ്പം റെയ്ഡ് നടന്നത്. അതിനെയാണ് പിണറായി വിജയനെതിരായ CPM-നെതിരായ നീക്കമായി CPM-ന്റെ നേതാക്കൾ വ്യാഖ്യാനിച്ചത്. മുമ്പ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് തലേന്ന് പിണറായി വിജയന്റെ ഔദ്യോഗികമായ പരിശോധനകൾക്ക് പോകുമ്പോൾ മകളെയും മകളുടെ മകനെയും ഔദ്യോഗിക വാഹനത്തിലൊപ്പം കൂട്ടിയിരുന്നു. അതേക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിന്റെ മകളായതുകൊണ്ടാണ്, പിന്നെ ആ മകളുടെ മകനായതുകൊണ്ടാണ് ഞാൻ വാഹനത്തിൽ കയറ്റിയത്. അങ്ങനെ അദ്ദേഹം പരിഹാസത്തോടെയാണ് ഉത്തരം നൽകിയത്. ശ്രീ പിണറായി വിജയൻ, അതുകൊണ്ടാണ് നിങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് ഇടി വന്നത്. അവിടെ നിങ്ങൾ വാഹനത്തിൽ എന്നപോലെ മകളെ താമസിപ്പിക്കുന്നതുകൊണ്ടാണ്, അവർ താങ്കളുടെ മകളായതുകൊണ്ടാണ്. അതുകൊണ്ട് പാർട്ടിക്കാരെ ഇറക്കി കോൺഗ്രസും BJP-യുമായുള്ള ഗൂഢാലോചന എന്ന ആർക്കും ദഹിക്കാത്ത സിദ്ധാന്തം ചമച്ച് ഇതിനെ പ്രതിരോധിക്കുന്നത് അപഹാസ്യമാണ്. താങ്കളുടെ മകളാണ് വീണ തായ്ക്കണ്ടിയിൽ, താങ്കളുടെ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. താങ്കൾ മുഖ്യമന്ത്രിയായപ്പോൾ മുതലാണ് CMRL ഒരു സേവനവും നൽകാതെ അവർക്ക് മാസം 8 ലക്ഷം രൂപ വീതം നൽകിയത്. ഒരു രേഖയുമില്ലാതെ, ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ അവർക്ക് ബാങ്കിലൂടെ പണം നൽകിക്കൊണ്ടിരുന്നു. അത് താങ്കൾക്ക് കിട്ടിയ അഴിമതി പണമാണെന്ന് വിശ്വസിക്കാനാണ് സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്കിട്ടം. അതുകൊണ്ട് തല്ലി ഒതുക്കിയത് കൊണ്ട് തീരില്ല, നിങ്ങൾ കൂടുതൽ അപഹാസ്യരാവുകയും. ഇന്ന് ഘോരഘോരം ബാധിച്ച CPM നേതാക്കൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിൽ വീണ T എന്ന പിണറായി വിജയന്റെ മകൾ കൊടുത്ത മൊഴി ഒന്ന് വായിക്കണം. ഇത് മുഴുവൻ ഫ്രോഡായിരുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ്. ഒരു സേവനവും നൽകിയിട്ടില്ലെന്ന് അവർ തന്നെ അതിൽ സമ്മതിക്കുന്നുണ്ട്. അതിന് ഒരു യുക്തിക്കും നിരക്കാത്ത വിശദീകരണമാണ് വീണ SFIക്ക് നൽകിയിട്ടുള്ളത്. അവർ പറയുന്നത് പല മോഡ്യൂളുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു, പക്ഷേ കമ്പനിക്ക് അർജൻസി ഇല്ലായിരുന്നു, മാറ്റിക്കൊണ്ടിരുന്നു. പിന്നീട് വിപണിയിൽ കിട്ടുന്ന മറ്റ് സോഫ്റ്റ്വെയറുകളെ ആശ്രയിക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ എക്സാലോജിക്കുമായുള്ള ഇടപാട്, അതായത് മാസം 3 ലക്ഷം രൂപ എക്സാലോജിക്കിനും 5 ലക്ഷം രൂപ വീണ Tക്ക് കൊടുക്കണമെന്നായിരുന്നു കരാർ. അങ്ങനെ 8 ലക്ഷം രൂപ വീട്ടിലേക്ക് കിട്ടും. അതിൽ ഈ കമ്പനിയുമായുള്ള ഇടപാട് 2019 അവസാനിപ്പിക്കുന്നു. അതിനുശേഷം 5 ലക്ഷം രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കമ്പനിയുമായി ഈ ഇടപാടുകളൊക്കെ നടത്തിയെന്ന് പറയുമ്പോൾ അതിന്റെ തെളിവ് SFI ചോദിക്കുന്നുണ്ട്. ഇമെയിൽ ഉണ്ടോ, ഒരു കമ്പനി അങ്ങനെയാണ് ഇടപാട് നടത്തുന്നത്? അപ്പോൾ വീണ T പറയുന്നത് ഈ CMRL-ആയിട്ടുള്ള ഇടപാടുകളൊന്നും അങ്ങനെ ഇമെയിൽ വഴിയായിരുന്നില്ല, ഇൻ പേഴ്സൺ നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്, ചിലർക്ക് ഓൺലൈൻ മീറ്റിംഗ് ആണ്. അതിന് തെളിവില്ലല്ലോ. അപ്പോൾ ഭാര്യയുടെ പെൻഷൻ പണം എടുത്ത് മകൾ ഉണ്ടാക്കിയ ചെറിയ കമ്പനി വലിയ കർത്താവുമായി ഇടപാടുണ്ടാക്കുമ്പോൾ അതിന് ഒരു യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ്. സാറ് മുറുക്കാണ്ട് നടക്കുന്ന പരിപാടിയാണ് പിണറായി വിജയൻ മകളുടെ കമ്പനി. ഒരു രേഖയില്ല, ഒരു കമ്പനിയുമായുള്ള ഇടപാടില്ല, കത്തിടപാടില്ല, ഇമെയിൽ ഇല്ല, IT കമ്പനിയാണ്. ആരുള്ളത് വാക്കാൽ പറച്ചിൽ, പിന്നെ ആർക്ക് തെളിയിക്കാനാവാത്ത ഏതോ ഓൺലൈൻ മീറ്റിംഗ്, അതിന് വാട്സാപ്പിലെ പല വീഡിയോ കോളാണെന്ന് അറിയില്ല. ഇങ്ങനെ നട്ടാൽ മുളയ്ക്കാത്ത നുണകളാണ് മകൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഒന്നും പറഞ്ഞ് തെളിയിക്കാൻ കഴിയില്ല. ആ മകളെയാണ് CPM-ന്റെ സമുന്നതരായ നേതാക്കൾ, MA ബേബി, ജനറൽ സെക്രട്ടറി, PB അംഗങ്ങൾ ഒക്കെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രേഖയാണ്, ഞാൻ കയ്യിൽ നിന്നിട്ട് പറയുന്ന രേഖയാണ്. ബഹുമാന്യരായ നേതാക്കൾ ഇങ്ങനെ അപഹാസ്യരാകുന്നതിന് മുമ്പ് വീണ കൊടുത്തിട്ടുള്ള മൊഴി പരിശോധിക്കണം. ഇത് അവർ SFIക്ക് കൊടുത്ത മൊഴിയാണ്. നേരത്തെ ആദായനികുതി വകുപ്പ് അവരുടെ മൊഴി എടുത്തിട്ടില്ല. ഈ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ കാര്യത്തിൽ അത് കർത്താവായ കമ്പനിയുടെ ആളുകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റു പല അന്വേഷണവും കമ്പനി കാര്യ മന്ത്രാലയം നടത്തിയിട്ടുണ്ട്. ഇവിടെ വീണ കൊടുത്ത എല്ലാ മൊഴിയും നേരത്തെ ആദായനികുതി വകുപ്പ് കണ്ടെത്തിയ കാര്യങ്ങൾ ശരിവെക്കുന്നതാണ്. വീണയുടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ SFIക്ക് മൊഴി നൽകിയിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് CMRL-ന് വേണ്ടി അവിടെ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ്. കിരൺ T, ഡെവലപ്പർ ഇൻ എക്സാലോജിക്, അദ്ദേഹം പറയുന്നത് the company in November 2019. Until that time, there was no exclusive project being done for CMRL. ഈ എക്സാലോജിക്കുമായി ഇടപാടുണ്ടായിരുന്ന കാലത്ത് അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അതുപോലെ ജയ് നന്ദകുമാർ, ഡെവലപ്പർ എക്സാലോജിക്, അദ്ദേഹം പറഞ്ഞു till the time I quit എക്സാലോജിക്, അദ്ദേഹം 2024 വരെ അവിടെ ജോലി ചെയ്ത ആളാണ്. I was not involved in any project related to CMRL, nor have I visited any office related to CMRL. I am hearing the name now only. ഇതൊന്നും മോദിയുടെ ഉദ്യോഗസ്ഥർ ഇടിച്ചുണ്ടാക്കിയ മൊഴിയല്ല. ഇത് SFIക്ക് വീണയുടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ കൊടുത്ത മൊഴിയാണ്. ഇത് വീണ തായ്ക്കണ്ടിയുടെ തന്നെ മൊഴിയുണ്ട്, അതും വായിക്കണം. MA ബേബി ഒരു തത്വം വളർന്നിട്ടുണ്ടല്ലോ, എയുടെ കാലത്തേക്കൊന്നും പോകണ്ട. എറണാകുളത്തെ കോടതിയിൽ SFI സമർപ്പിച്ച ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഒന്ന് വരുത്തി വായിക്കണം ജനറൽ സെക്രട്ടറി. ഇങ്ങനെ നാണം കെടുത് ജനങ്ങളുടെ പത്രത്തിൽ. നിങ്ങൾ വലിയ സാംസ്കാരിക നായകനും വായനക്കാരും ഒക്കെ ആണല്ലോ, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. വായിക്കണം, എന്നിട്ട് മുദ്രാവാക്യം വയ്ക്കണം. പാർട്ടിയുടെ ഗുണ്ടകൾ വണ്ടി തല്ലിപ്പൊളിക്കട്ടെ, അവരുടെ അറിയും. പക്ഷേ നിങ്ങൾ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നയിക്കുന്നത് മേലെ നയിക്കുമ്പോൾ ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കണം. നിങ്ങൾ സംരക്ഷിക്കുന്നത് കമ്പനികളുടെ കാര്യത്തിൽ വളരെ ഒരു വലിയ തട്ടിപ്പ് നടത്തിയ ഫ്രോഡായ ഒരു സ്ത്രീയാണ്. ED തന്നെ പറയുന്നു, ഞങ്ങൾ റെയ്ഡ് ചെയ്തത് വീണ വിജയന്റെ സ്ഥലങ്ങളാണ്, അവർ ഉള്ള സ്ഥലങ്ങളാണ്. അവർ തിരുവനന്തപുരത്ത് പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിലുള്ളതുകൊണ്ടാണ് ഞങ്ങൾ റെയ്ഡ് ചെയ്തത്. അവർ കണ്ണൂരിൽ പിണറായി വിജയന്റെ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ റെയ്ഡ് ചെയ്തത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെയും ബാങ്ക് FD-യുടെയും ഒക്കെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്, അത് പരിശോധിക്കുന്നു. അല്ലാതെ ഞങ്ങൾ പിണറായി വിജയനെ ചോദ്യം ചെയ്യുകയോ പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യാറില്ല. എവിടെയാണോ വീണ T ഉള്ളത് അവിടെ റെയ്ഡ് ചെയ്തതാണ്.